മൂന്ന് MLA മാരെ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നിയമസഭയിൽ നിന്ന്. സനീഷ് കുമാർ ജോസഫ്, അതുപോലെ റോജി എം ജോൺ, എം വിൻസെന്റ് എന്നീ മൂന്ന് പ്രതിപക്ഷ MLA-മാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് സസ്പെൻഡ് ചെയ്യണമെന്നുള്ള പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് അവതരിപ്പിച്ചു. ആ പ്രമേയം പാസാക്കി. സഭയുടെ നടപ്പ് സമ്മേളനത്തിലാണ് സസ്പെൻഷൻ. പ്രതിപക്ഷം സഭാമര്യാദകൾ ലംഘിച്ചു എന്നാണ് ആ പ്രമേയത്തിൽ പറയുന്നത്. സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുകയും അതുപോലെ പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ മൂന്ന് MLA-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ പേര് റോജി എം ജോൺ, എം വിൻസെന്റ്, സനീഷ് കുമാർ ജോസഫ്. ഈ മൂന്ന് MLA-മാരെ സസ്പെൻഡ് ചെയ്തു. ചീഫ് മാർഷലിനെ പരിക്കേൽപ്പിച്ചു എന്നാണ് നിയമസഭ ഈ പ്രമേയത്തിൽ പറയുന്നത്. ഇന്ന് ചീഫ് മാർഷലുമായി സംഘർഷമുണ്ടാവുകയും അദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. സ്പീക്കർ പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷാണ് സഭയിൽ അവതരിപ്പിച്ചത്. ആ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. മൂന്ന് MLA-മാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വാച്ച് ആൻഡ് വാർഡിനെ മർദ്ദിച്ചു, പരിക്കേൽപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ നടപടി എടുക്കുകയാണ് എന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. ചീഫ് മാർഷലിനെ പരിക്കേൽപ്പിച്ചു എന്നും ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. അല്പസമയത്തിനകം വിശദാംശങ്ങൾ നൽകും ശ്രീജിത്ത്. കൂടുതൽ വിവരങ്ങളുമായി ചേരും. കഴിഞ്ഞ 3 ദിവസമായി സഭയിൽ അസാധാരണ നടപടികൾ, അസാധാരണ പ്രതിഷേധമാണ് നടക്കുന്നത്. അതിൻ്റെ ഇന്നത്തെ ദിവസമാണ് അത് ഒരു സംഘർഷത്തിലേക്ക് പോയത്. ഈ സംഘർഷത്തിനിടെ ചീഫ് മാർഷലിന് പരിക്കേറ്റുവെന്ന് സ്പീക്കർ തന്നെ പറഞ്ഞിരുന്നു. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ കഴിഞ്ഞ ദിവസം മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത് റോജി എം ജോണിനെ പുറത്താക്കൂ എന്ന് സ്പീക്കറോട് പറയുന്നത് കേൾക്കാമായിരുന്നു. ഇന്നും അവിടെ പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം ചെയ്യുന്നു എന്ന് മന്ത്രിമാർ MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ വിളിച്ചു പറയുന്നത് നമ്മൾ തത്സമയം കണ്ടതാണ്. അതിനിടയിൽ ഇപ്പോൾ 3 പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, സഭാനാഥനായ മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷാണ് പ്രതിപക്ഷ MLA-മാരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ MLA-മാരുടെ കഴിഞ്ഞ 4 ദിവസത്തെ പെരുമാറ്റം സഭാമര്യാദകളുടെ നഗ്നമായ ലംഘനമാണ്. സഭയിൽ ഉന്തും തള്ളുമുണ്ടാക്കി, മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തു, ഭരണപക്ഷ അംഗങ്ങൾക്കെതിരെ വെല്ലുവിളികൾ മുഴക്കി, ഒപ്പം തന്നെ വാച്ച് ആൻഡ് വാർഡ് ആയ വനിതകളടക്കമുള്ള ആളുകൾക്കെതിരെ അവരെ ഉന്തും തള്ളുമുണ്ടായി. ചീഫ് മാർഷൽ ഷിബുവിന് പരിക്കേറ്റു. അദ്ദേഹത്തിന് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൈക്ക് ശസ്ത്രക്രിയ വേണം എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ സഭാമര്യാദകൾ വിട്ടുള്ള പെരുമാറ്റം നടത്തിയ 3 MLA-മാരെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് പ്രമേയത്തിലൂടെ സർക്കാർ ആവശ്യപ്പെട്ടത്. ആ MLA-മാരുടെ പേര് വിവരങ്ങൾ ഇവയാണ്: ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, അങ്കമാലി MLA റോജി എം ജോൺ, കോവളം MLA എം വിൻസെന്റ് എന്നീ 3 പ്രതിപക്ഷ MLA-മാരെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. പ്രമേയം അംഗീകരിച്ചു. കാരണം പ്രതിപക്ഷം സഭയ്ക്കകത്തില്ല, ഭരണപക്ഷം മാത്രമാണ് സഭയിലുള്ളത്. ഭരണപക്ഷ അംഗങ്ങൾ പൂർണ്ണമായി പിന്തുണത്തോടെ പ്രമേയം പാസ്സായിരിക്കുന്നു. വേണമെങ്കിൽ സഭ ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ ഈ പ്രമേയത്തിൽ മേൽ ഒരു എതിർപ്പും ഉണ്ടായില്ല. യാതൊരു എതിർപ്പുമില്ലാതെ പ്രമേയം പാസ്സാക്കി. അല്ലെങ്കിൽ തന്നെ പ്രമേയം പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം സഭയിൽ ഭരണപക്ഷത്തിന് ഉണ്ടല്ലോ. അപ്പോൾ ഈ 3 MLA-മാർക്കെതിരെയുള്ള നടപടി ഈ സഭാ കാലയളവിലാണ്. അവരെ സഭാ കാലയളവിലെ മറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഈ പ്രമേയത്തിൽ ഈ നടപടിക്കൊപ്പം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സഭാ സമ്മേളനം ഇന്ന് അവസാനിക്കുന്നതുകൊണ്ട് ഇതിന് കാര്യമായ ഒരു പ്രതിഫലനമോ ഒരു ഇമ്പാക്റ്റോ ഉണ്ടാകാൻ പോകുന്നില്ല. എങ്കിൽ പോലും 3 MLA-മാർക്കെതിരെ നടപടി എടുത്തു എന്നുള്ള രാഷ്ട്രീയ പ്രചരണത്തിന് ഇത് LDF-നും സർക്കാരിനും സഹായകരമാകുമെന്ന് മാത്രം. ശ്രീത്ത്, ഇതിപ്പോൾ നാളെ അവസാനിക്കേണ്ട സഭാ നടപടികൾ ഒരുപക്ഷെ ഇന്ന് അവസാനിച്ചേക്കും. നാളത്തെ ബില്ലുകളൊക്കെ ഇന്ന് അവതരിപ്പിക്കാനാണ് നീക്കം. ഇന്ന് ചോദ്യോത്തരവേള പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയെങ്കിലും അത് നടന്നു. ചോദ്യോത്തരവേള നടന്നു. അതിനുശേഷമുള്ള സഭാ നടപടികളും പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ തുടരുകയാണ്. അപ്പോൾ ഈ സസ്പെൻഷൻ ഏതെങ്കിലും തരത്തിൽ സഭയിൽ പ്രതിഫലിക്കില്ല. പക്ഷേ സഭയ്ക്ക് പുറത്ത് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കാൻ സർക്കാർ അല്ലെങ്കിൽ LDF തീരുമാനിച്ചേക്കാം. അതിൻ്റെ കൂടി സൂചനയാണ് ഈ പ്രമേയവും 3 അംഗങ്ങളെ പുറത്താക്കലും, അല്ലേ? തീർച്ചയായും ഈ സസ്പെൻഷൻ നടപടി കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനാകെ തന്നെയോ എന്തെങ്കിലും ദോഷകരമായ ഒരു സംഭവം സഭയ്ക്കകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. സഭയുടെ നടപ്പ് സമ്മേളനം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പരിഗണിക്കുന്ന 4 ബില്ലുകൾക്ക് പുറമെ നാളെ പരിഗണിക്കാനുള്ള 7 ബില്ലുകൾ. എന്നാൽ രാഷ്ട്രീയ പ്രചരണത്തിന് പുറത്ത് ഇതിനെ LDF ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രതിപക്ഷം സഭയ്ക്കകത്ത് നിലവിട്ട് പെരുമാറുന്നു. സർക്കാരിനൊന്നും ഒളിച്ചു വെക്കാനില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ പോലും വകവെക്കാത്ത പ്രതിപക്ഷ MLA-മാർ മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തു. വാച്ച്
വാർഡിൻ്റെ മേധാവിയെ പരിക്കേൽപ്പിച്ചു, വനിതാ വാച്ചൻ വാർഡിനെ ഉപദ്രവിച്ചു. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിയുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് ഉപോത്ബലകമാകുന്ന ഒരു വസ്തുതയാക്കി ഇതിനെ അവതരിപ്പിക്കാനായിരിക്കും സർക്കാരും LDF ശ്രമിക്കുക. ആ പ്രചരണത്തിന് യോഗ്യമാകുന്ന ഒരു നടപടിയാണിപ്പോൾ സഭാതലത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഷിജിത്ത്, ഈ നടപടി ഇപ്പോൾ ഈ റോജി എം ജോൺ, എം വിൻസെന്റ്, സനീഷ് കുമാർ ജോസഫ് ഈ 3 അംഗങ്ങൾക്കെതിരായ നടപടി ഇന്ന് ഇപ്പോൾ ചീഫ് മാർഷലിനെ മർദ്ദിച്ച് എന്താണ് പരിക്കേൽപ്പിച്ചു എന്നതാണ് ഇന്നത്തെ ഈ സസ്പെൻഷൻ ആധാരമായ വസ്തുത. അതാണ് ആ പ്രമേയത്തിൽ പറയുന്നത്, അല്ലേ? സഭയിലെ നിലവിട്ടുള്ള പെരുമാറ്റം അടക്കമുള്ള കാര്യങ്ങളും ചീഫ് മാർഷലിന് പരിക്കേറ്റ സംഭവം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 3 പ്രതിപക്ഷ MLA-മാർക്കെതിരെ സസ്പെൻഷൻ വേണം, നടപടി വേണം എന്ന കാര്യം പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് മുഖ്യമന്ത്രിക്ക് വേണ്ടി അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിക്കേണ്ടത് സഭാ നേതാവായ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത്ഷായുമായും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ഈ പ്രമേയം അവതരിപ്പിച്ചത് MP രാജേഷാണ്. ഈ പ്രമേയത്തിൽ ആവശ്യപ്പെടുന്ന കാര്യം ഇന്നലെ ഈ കഴിഞ്ഞ 4 ദിവസമായി നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയെല്ലാം പരാമർശിക്കുകയും ഒപ്പം തന്നെ ഇന്ന് നടന്ന സംഭവ വികാസങ്ങളെ പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തു. ഈ സഭാ മര്യാദയ്ക്ക് നിരക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിലുള്ള മുതൽ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം സഭയിൽ കണ്ടു. സ്പീക്കറുടെ ഇടപെടലുണ്ടായി. രാവിലെ നമ്മൾ ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കും. Yes, Minister, please. ബഹുമാനപ്പെട്ട അംഗത്തിന് ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് സാർ. സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുകയാണ്, പ്ലീസ്. ഇതിനിടയിലാണ് അവിടെ ചീഫ് മാർഷലിന് പരിക്കേറ്റു എന്ന കാര്യം സ്പീക്കർ അറിയിച്ച് അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കുണ്ടോ, ശസ്ത്രക്രിയ വേണ്ടിവരും എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ സംഘർഷത്തിനിടെയാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് എന്നാണ് സ്പീക്കർ അറിയിക്കുകയും ചെയ്തത്. എന്താണ് ഇപ്പോൾ MP രാജേഷ് പാർലമെന്ററി കാര്യമന്ത്രി പറയുന്നു, തിങ്കളാഴ്ച തൊട്ട് പ്രതിപക്ഷം സഭാമര്യാദകൾ ലംഘിക്കുന്നതാണ് കണ്ടത്. സഭയ്ക്കകത്താകെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. വനിതകളടക്കമുള്ള സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു, ശാരീരികമായി ഉപദ്രവിച്ചു, മുഖ്യമന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തു. അപ്പോൾ ഇതൊക്കെ ഈ സസ്പെൻഷൻ ആധികാരികമായ അല്ലെങ്കിൽ ആധാരമായ വിവരങ്ങൾ എന്ന നിലയിലാണ് പാർലമെന്ററി കാര്യമന്ത്രി കൂടിയായ MP രാജേഷ് ഇപ്പോൾ സഭയിൽ വിശദീകരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് റോജി എം ജോൺ, M വിൻസെന്റ്, സനീഷ് കുമാർ ജോസഫ് എന്നീ 3 പ്രതിപക്ഷ MLA-മാരെ ഈ സഭാ കാലയളവിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതേതെങ്കിലും തരത്തിൽ കാര്യമായ ചലനം സഭാതലത്തിൽ ഉണ്ടാക്കില്ല. കാരണം നടപടികൾ ഇന്ന് അവസാനിപ്പിച്ച് സഭ പിരിയുകയാണ്. അപ്പോൾ സഭയ്ക്ക് പുറത്ത് ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ LDF തീരുമാനിച്ചിട്ടുണ്ട്. അതിന് സഹായകരമായ ഒരു തീരുമാനം എന്ന നിലയിലാണ് ഈ സസ്പെൻഷൻ നടപടികൾ ഇന്ന് ഉണ്ടാവുകയും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.